ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ന്യൂസി ഗ്രീൻ. ഇന്ന് നമ്മൾ ദീപാവലി സ്പെഷ്യൽ ബാദുഷയാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇനി അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇത് നല്ല സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. ബാദുഷ റെഡിയാക്കാൻ വേണ്ടിയിട്ട് മാവ് കുഴച്ചെടുക്കണം. അതിന് 1.5 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ നന്നായിട്ട് മിക്സാക്കി, 2 ടേബിൾ സ്പൂൺ തൈര്, 4 ടേബിൾ സ്പൂൺ നെയ്യ്, 1 ടീസ്പൂൺ പഞ്ചസാര, 2 നുള്ളു ഉപ്പ്, 4 ടേബിൾ സ്പൂൺ വെള്ളം. ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കരുത്. ചപ്പാത്തി പോലെ കുഴച്ചെടുത്താൽ ഷേപ്പ് നല്ല സൂപ്പറായി കിട്ടുകയും ചെയ്യും, പക്ഷെ ഉള്ളിലേക്ക് ഷുഗർ സിറപ്പ് ഇറങ്ങില്ല. ഇതുപോലെ ഇങ്ങനെ വലിച്ച് കുഴച്ചെടുത്താൽ മതി. എങ്കിലും ലെയർ ഇങ്ങനെ അധികമായിട്ട് കിട്ടുള്ളൂ. നമുക്ക് ചപ്പാത്തി പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നല്ല ലെയറായിട്ട് കിട്ടണം. ഇനി ഇതൊന്ന് പരത്തി, വെള്ളം അധികം ചേർക്കാത്തതുകൊണ്ട് കുറച്ച് ടൈറ്റൊക്കെ ഉണ്ടാകും, എങ്കിലും അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. ഒന്ന് ചെറുതായിട്ട് പരത്തിയിട്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. വീണ്ടും ഒന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് നന്നായിട്ട് അമർത്തി കൊടുക്കുക. കട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിൽ വെച്ച് അമർത്തുക. ഇങ്ങനെ ഒരു 4-5 പ്രാവശ്യം ചെയ്യുക. എന്നാൽ ലെയറായിട്ട് നന്നായിട്ട് കിട്ടും. അങ്ങനെയെന്നുണ്ടെങ്കിൽ ഷുഗർ സിറപ്പ് ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഈ സമയം കൊണ്ട് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. അതിന് 1 കപ്പ് ഷുഗർ, 1/2 കപ്പ് വെള്ളം, മുങ്ങിയിരിക്കാൻ പാകത്തിനുള്ള 3 ഏലക്ക. ഇനി നന്നായിട്ട് തിളച്ചിട്ട് ഓപ്ഷനിലാണ് 1 നുള്ളു ഫുഡ് കളർ, നിർബന്ധമില്ല. 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, ഇത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നാരങ്ങാനീര് ഒഴിക്കുന്നത് തണുക്കുമ്പോഴേക്കും ഷുഗർ സിറപ്പ് കട്ടയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഷുഗർ സിറപ്പ് കുറേ സമയം ഇട്ട് തിളപ്പിച്ചാൽ ഫ്രൈ ചെയ്ത് ഇതിലേക്ക് ഇടുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലേക്ക് സിറപ്പ് പിടിക്കില്ല, കറക്റ്റ് ടേസ്റ്റും കിട്ടില്ല. ഒരു നൂൽപ്പരുവാകുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഇനി ഫ്ലെയിം ഓഫാക്കാം. ഒരേ വലുപ്പത്തിലുള്ള ഉരുളകളാക്കി, നല്ല ഷേപ്പാക്കേണ്ട ആവശ്യമില്ല. അമർത്തി ഇതുപോലെ നടുവിലൊരു കുഴി ഉണ്ടാക്കുക. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക. ഉരുളകളൊക്കെ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായതിനു ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നല്ലോണം ചൂടായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരിക്കലും ഇത് ഫ്രൈ ചെയ്തെടുക്കരുത്. അങ്ങനെയാണെങ്കിൽ നല്ലോണം കരിഞ്ഞു പോകും, ഉള്ളു വേവില്ല. നല്ലോണം ചൂടായി വരുന്നതോട് കൂടെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടാം. എന്നിട്ടൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഓയിൽ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ആയതിനു ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഫ്രൈ ആയതിനു ശേഷം ഇത് കോരിയെടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്ന സമയത്ത് എടുത്താൽ മതി. ഇതുപോലെ. ഇനി ഷുഗർ സിറപ്പ് തണുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് എല്ലാം ഇതുപോലെ ഇട്ട് കൊടുത്ത് ഇതിൻ്റെ മുകളിലേക്കൊക്കെ ആക്കി കൊടുക്കുക ഷുഗർ സിറപ്പ്. ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ടുള്ളിലേക്ക് ആയിട്ടുണ്ടാകും. അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചൂടോടെ തണുത്തിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിക്കാം. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ബാദുഷ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്.
ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി പിസ്ത കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉൾവശത്ത് ലെയറായിട്ട് ഇരിക്കുന്നുണ്ട്. 2 പീസാക്കിയിട്ടുണ്ട്. നല്ല ലെയറായിട്ട് ഇരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യണേ. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായിട്ട് വരുന്നതാണ്.